കഴിയെണ്ണുന്ന പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി. മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഒരു പ്രവൃത്തിയും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറില്ല. വളരെ സെക്യുലർ ആയിട്ടുള്ള, വളരെ മതേതരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശബരിമല പോലുള്ള സ്ഥലം. ഇപ്പൊ വളരെ ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലം കാണുന്ന തന്നെ. ഈ പാട്ടിൽ അയ്യപ്പന്റെ വിശ്വാസത്തെ, അവിടുത്തെ ആചാരങ്ങളെ, അവിടുത്തെ മാളികപ്പുറത്തെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തുന്നുണ്ടോ? അതിനെ പുകഴ്ത്തി പറയുന്നതല്ലാതെ ഇതിൽ ഈ വിശ്വാസവുമായി എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നത്? എന്ത് ബന്ധം? മലബന്ധം. സ്വർണം കറ്റവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്നത് നിങ്ങളെ രാഷ്ട്രീയമായി മുറിവേൽപ്പിക്കലാണ്. ഏത് ഹൈന്ദവ സംഘടന കൊണ്ട് പരാതി കൊടുത്തു? ഏതോ ഒരാൾ കൊണ്ട് കൊടുത്ത പരാതിയിൽ എടുത്തേക്കുന്ന വകുപ്പ് എന്തൊക്കെയാണെന്ന് ശ്രീ ബി ജയരാജ്? മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തിടാ. ഈ പാട്ട് കേട്ട് ഒരു വിശ്വാസി വികാരം വ്രണപ്പെട്ടിട്ടില്ല ശ്രീ ജയരാജ്. അത് വിശ്വാസികളോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. വിശ്വാസികളോട് ചോദിച്ചാലേ അറിയാൻ പറ്റും. ഞാൻ വിളിച്ച പല പ്രായമായ ആളുകളും പറഞ്ഞത് ഈ പാട്ട് വളരെ മോശമായി പോയി, വേറെ ഒരു പാട്ട് ഇവർക്ക് കിട്ടിയില്ലേ കോൺഗ്രസ്സുകാർക്ക്. അയ്യ, അത് നല്ല വിചാരമായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ, ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. വേറെ ഒരു പാട്ടും കിട്ടിയില്ലേ. സിപിഎമ്മിന്റെ ഭാരവാഹികളെ വിളിച്ചു വെച്ചിട്ടുണ്ടാവാം. സിപിഎമ്മിന്റെ ഭാരവാഹികൾ മുറിവേറ്റു. അത് പാർട്ടി വികാരമാണ്, വിശ്വാസി വികാരമല്ല. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എത്ര വിരുദ്ധമായിട്ടാണ് ഒരു ചെറിയ പാരഡി ഗാനം. സ്വന്തമായിട്ട് വടിവാള് മുതൽ ബോംബ് വരെ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടി, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലത്താണ് ഒരു നാല് വരി പാരടിയെ പേടിച്ച് ഇമാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നാണവും മാനല്ലോ. തോറ്റമ്പെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ. എന്തിനാണ് ഈ ഒളിപ്പില്ലായ്മ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ നിങ്ങൾ അപമാനിക്കുന്നത്? പിന്നെ അങ്ങ് പറഞ്ഞല്ലോ മതവികാരം വ്രണപ്പെട്ടു. ഏത് കമ്മ്യൂണിസ്റ്റുകാരന്റെ മതവികാരം വ്രണപ്പെട്ടത്? എന്നാണ് നിങ്ങൾക്ക് ഈ മതബോധമൊക്കെ ഉണ്ടായത്? മതവികാരത്തിന്റെ കുത്തവകാശം CPM ഒട്ടുമേ നൽകിയിട്ടില്ല ആരും. നിങ്ങൾക്ക് ആര് തന്നിട്ടുണ്ട്? ഇവിടെ രാത്രിയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റിയിട്ട് ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ നോക്കി നിങ്ങൾക്കാണോ വന്നിട്ടുള്ളത്? ഇവിടെ ഹിന്ദു ദേവതകളുടെ രൂപം നിങ്ങൾ നഗ്നചിത്രം വരച്ചു വെക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തിന്റെ സ്രോതസ്സുകളായ പുരാണ ഇതിഹാസങ്ങളുടെ ക്ലാസിക്കൽ കലാസങ്കല്പം, ഇവിടെ ടീച്ചറുടെ പ്രഥമാധ്യാപകരുടെ കുഴിമാടം തീർക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ, കലാവിന്യാസം, ഇതല്ലേ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം? സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടുന്നത്? ഇങ്ങനെ നിങ്ങൾ കാട്ടിക്കൂടുന്ന കോപ്രായങ്ങളാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കേരളത്തിന്റെ പ്രശ്നം അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ വിലക്ക് പറഞ്ഞാൽ വിരട്ടാൻ നോക്കിയാൽ സമാനമായ രീതിയിൽ നൂറുകണക്കിന് സാധനം ഉറങ്ങും. ആ ഫോർമാറ്റ് ഒറ്റ പാട്ടൊന്ന് കേൾപ്പിക്കാവോ? അയ്യപ്പന്റെ സ്വർണമെല്ലാം കട്ടെടുത്ത പോറ്റി, വിയൂരിലെ ജയിലിനുള്ളിൽ അഴിയെണ്ണുന്ന പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട പോറ്റി, SIT-ക്കാർ അറസ്റ്റു ചെയ്തു ജയിലിലിട്ട പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി. നല്ല സൂപ്പർ താളബോധം, നല്ല താളമാ. നമുക്ക് ന്യൂ ഇയറിന് ബുക്ക് ചെയ്യാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.